ഹായ് ഓൾ. നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇവിടെ ആദ്യം കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം എന്നുള്ളൊരു ചിന്താഗതിയിൽ കൂടെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്വസ്ഥവും സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ലൈഫ് ആഗ്രഹിക്കുന്നവരുടെ എനർജിയാണ് ഇന്ന് കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. വീട് വെക്കുക, പിന്നെ വെഹിക്കിളൊക്കെ വാങ്ങുക, ഒരു ടൂറ് പോവുക, അങ്ങനെ പല പ്ലാനും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്നാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളൊക്കെയും അധികം താമസിയാതെ അവരവരുടെ കർമ്മ ക്ലിയർ ആവുന്നതിനനുസരിച്ച് ഓരോന്നോരോന്നായി നേടിയെടുക്കാൻ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പം ഞാനിവിടെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ സ്റ്റേബിളായിട്ടുള്ളൊരു സാഹചര്യത്തിൽ എത്തിച്ചേരും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളുടെ കർമ്മ ബാഗേജസ് ഒക്കെ ക്ലിയർ ആകുമ്പോൾ പടിപടിയായിട്ട് മാത്രമാണ് നിങ്ങൾ ഈ സ്റ്റേജിലോട്ട് എത്തിച്ചേരുന്നത്. കർമ്മ ക്ലിയറൻസും ട്രാൻസ്ഫോർമേഷനും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞാലാണ് ഇതിലോട്ട് എത്തുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഇത് കാണുക, ഓരോരുത്തരും ഈ എനർജിയിൽ എത്തിച്ചേരാനായി പറഞ്ഞിരുന്ന എല്ലാ റെമഡികളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഹീലിംഗ് ചെയ്യുക, ഓപ്നോപ്നോ ചെയ്യുക, 108 ടൈംസ് ചൊല്ലുക, പിന്നെ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലുക. ഇതെല്ലാം നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സിന് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. ഇത് എല്ലാ വീഡിയോയും നിങ്ങൾ കാണുന്ന എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവുകയില്ല. നിങ്ങളുടെ എനർജിയുടെ ഉയർന്നു വന്നാൽ മാത്രമേ ഇതിലോട്ട് കണക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്റ്റെബിലിറ്റിയിലോട്ട് വന്നെത്താൻ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ പല ആളുകളും കാണുന്നതാണ്, അതുകൊണ്ട് പലരുടെയും എനർജിയാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്നും കൂടി നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് കിട്ടുകയില്ലെന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങളുടെ എനർജിയും ഹൈ എനർജിയിലോട്ടാക്കി മാറ്റണം. അത് നിങ്ങളെ കൊണ്ടേ കഴിയൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സുകളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരുന്നാൽ നിങ്ങൾക്കും ഈ എനർജിയിലോട്ട് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അതുപോലെ ഇതിപ്പോൾ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത്, ഒരു ദിവസം ഒരു വീഡിയോ കണ്ടു, അടുത്ത ദിവസം വേറൊരു വീഡിയോ കണ്ടു, അപ്പോൾ ഇതേത് വിശ്വസിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എനർജി ലെവലിനെ ഉയർത്തണം, ഹൈ വൈബ്രേഷനിലാക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിരുന്നാലേ നിങ്ങളുടെ ഇതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുള്ളൂ. പെയിൻ എല്ലാം ഹീൽ ചെയ്ത് കളഞ്ഞാലേ പറ്റൂ, അല്ലാതെ ഇതിലോട്ട് വരാൻ പറ്റില്ല കേട്ടോ. അത് അത്രയും ബ്ലോക്കേജസ് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കത്തേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ യൂണിവേഴ്സ് വിചാരിച്ചിരുന്നാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾ സ്വയം മാറിയാലേ പറ്റൂ കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം, എല്ലാം ഇത് യൂണിവേഴ്സൽ എന്താ നമ്മുടെ ലൈഫ് ജേർണി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ചിലർക്ക് ഇത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. അവരുടെ കർമ്മ ബാഗേജസ് എല്ലാം ക്ലിയർ ആയിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു എനർജിയിലോട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയാം. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അപ്പോൾ നിങ്ങളും അതേ എനർജി ലെവലിലോട്ട് ബൂസ്റ്റപ്പ് ആവുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനൊരു മെസ്സേജ് ഡിവൈൻ തരുന്നുണ്ട്. നിങ്ങളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊരു മെസ്സേജ് തരുന്നുണ്ട്. കുറച്ച് സീക്രട്ടായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. നിങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ പ്ലാൻസ്, നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതങ്ങ് മാറ്റി വയ്ക്കുക. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് ആലോചിച്ച് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വരുമ്പരൈകളൊക്കെ ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആക്ഷൻ എടുക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കിട്ടുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. ആരുടെയും അഭിപ്രായം ചോദിക്കാനും പറയാനും പോകണ്ട എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ധാരാളം മണി എനർജി വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ 2 പെൻറ്റിക്കിൾസ് എനർജി, കിങ്ങും ക്യൂനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാൻ നിങ്ങളിലോട്ട് ധാരാളം മണി വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ളൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് നിങ്ങളെ തേടി വരുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ധനവരവ് തന്നെയാണ് അത്. നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കൊണ്ടുവരുന്ന തരത്തിലുള്ളൊരു മണി എനർജി തന്നെയാണ് നിങ്ങളോട്ട് വരുന്നത്. അപ്പോൾ ഈ 2 ഇതും നിങ്ങൾക്ക് ഒരു 100% ഗ്യാരണ്ടി തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രോസ്പെറിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടെന്നും തന്നെയാണ് പറയുന്നത്. ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്, നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ എനർജി ഹൈ വൈബിലാക്കിയാലേ നിങ്ങൾ ഇതിലോട്ട് എൻ്റർ ആവുകയുള്ളൂ. എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഓർക്കുക.
വെറുതെ ഫ്രസ്ട്രേഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ഹോപ്നോപ്നോ മണിക്ക് വേണ്ടിയിട്ട് 108 തവണ ചൊല്ലുക. പിന്നെ അത് നിങ്ങളിലോട്ട് ഈ എനർജി ഫ്ലോ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതിൽ വിശ്വസിക്കുക. പിന്നെ ചിലർക്കൊക്കെ ഇവിടെ ലോട്ടറി അടിക്കാനുള്ളൊക്കെ ഒരു ഭാഗ്യം ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മനസ്സിലുള്ള കൺഫ്യൂഷനൊക്കെ മാറുന്ന തരത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു സത്യമോ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇവിടെ ഏസ് ഓഫ് സോർട്സിൽ പറയുന്നത്. എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് മനസ്സിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുമെന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ പാഷനിലൊരു ഹ്യൂജ് സക്സസ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കിൽസൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനും ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇത് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് ധാരാളം മണി ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ആളുകൾ പിശുക്ക് മനോഭാവത്തിലൂടെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മണി ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കയ്യിലുള്ള കാശ് നഷ്ടപ്പെടുമോ, ഇനി തിരിച്ച് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊക്കെ ചിന്താഗതിയിൽ നിങ്ങളെ ചിലവഴിക്കാതെ പിടിച്ച് വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു കാര്യം ഓർക്കുക, മണി എനർജി എന്ന് പറയുന്നത് നമ്മളെ സപ്രസ് ചെയ്ത് വെക്കാനുള്ള ഒരു കാര്യമല്ല. അത് ചിലവഴിക്കാനുള്ളതാണ്, ആവശ്യങ്ങൾക്ക് ഉപകരിക്കാനുള്ളതാണ്, അത് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ സന്തോഷത്തോടെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടും ചിലവഴിച്ചാൽ മാത്രമേ ആ മണി എനർജി നമ്മളിലോട്ട് തിരിച്ച് വരത്തുള്ളൂ. അത് നിങ്ങൾ നെഗറ്റീവ് ഇമോഷൻസ് മണിക്ക് കൊടുത്തിരുന്നാൽ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും അത് വരത്തില്ല. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഈ ബാഡ് ഇമോഷൻസ് ഒക്കെ നിങ്ങളിൽ നിന്ന് മണി അകലാനേ സഹായിക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 10% അത് ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. 10% നിങ്ങൾ ഉറപ്പായിട്ടും മാറ്റി വയ്ക്കണം. അതും നിങ്ങളിലോട്ട് ഒരുപാടൊരു സക്സസ് കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര എന്താകും എന്നുള്ളൊരു വ്യക്തതയില്ലാതെ നിങ്ങൾ ഒരു പുതിയ കാര്യത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഉള്ളവർക്ക് ഇതൊരു സ്പിരിച്വൽ പാത്താണ് എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ മനസ്സിൽ അത് എന്തായി തീരും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷനൊക്കെ അതിലുണ്ടെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ നിങ്ങളോട് മെസ്സേജ് തരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ എഫേർട്സിനൊക്കെ എന്താ പറയുക, നിങ്ങളുടെ എഫേർട്ടിനും നിങ്ങളുടെ ടാലൻറ്റും ഒക്കെ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും എന്നുള്ളൊരു എനർജിയിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾ കുറേയേറെ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനുള്ളൊരു ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫെയിം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. സക്സസ് ഉടനെ തന്നെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് കിട്ടിയ ടെമ്പറൻസ് കാർഡിലും ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. എന്ന് കരുതി ചെയ്യാനുള്ള വർക്കുകൾക്ക് മുടക്കം വരുത്തണം എന്നല്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് റിസൾട്ട് ഉടനെ കിട്ടും. ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പലരാലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ ഈ അവസ്ഥ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളിൽ തന്നെ കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകും. പിന്നെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായമൊക്കെ കിട്ടുമെന്ന് ഇവിടെ ഡിവൈൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് റീഡിങ്. അപ്പോൾ നിങ്ങളുടെ ഓരോ വീഡിയോയിലും ഞാൻ റെമഡി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അതൊരു ആവർത്തന വിരസതയാകും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇന്നിപ്പോൾ പറയാഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹൈ എനർജി വൈബിലോട്ട് തിരിച്ചു വരിക. വിഷമിച്ച് കിടന്നിരുന്നാൽ നിങ്ങൾക്ക് ഞാൻ നഷ്ടം, സമയം നഷ്ടം, ധനനഷ്ടം ഒക്കെ ആളുകളൊക്കെ കുറ്റപ്പെടുത്തും. അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരിക, എനർജി ഹൈ ആക്കുക. എങ്കിലേ ഇതെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.